ഓരോ മാതാപിതാക്കളുടെയും മനസ്സിലെ എപ്പോഴെങ്കിലുമൊക്കെ ഉയർന്നു വരുന്നൊരു ചോദ്യമുണ്ട്. എന്റെ കുട്ടിക്ക് എത്രത്തോളം ഉയരം വയ്ക്കും? ഇതൊരു വെറും ആകാംക്ഷയുടെ മാത്രം പ്രശ്നമല്ല, അല്ലേ? അല്ല. പലപ്പോഴും നമ്മുടെ കുട്ടികളുടെ വളർച്ചയെപ്പറ്റിയുള്ള ഒരു ചെറിയ ആശങ്ക കൂടി അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. തീർച്ചയായും. പ്രത്യേകിച്ചും സഹോദരങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ സമപ്രായക്കാരായ മറ്റു കുട്ടികളുമായോ താരതമ്യം ചെയ്യുമ്പോൾ ഈ ആശങ്ക കൂടും. അതെ. ഒരാൾക്ക് പെട്ടെന്ന് ഉയരം കൂടുന്നു, മറ്റൊരാൾക്ക് അത്ര വേഗത്തിൽ മാറ്റം കാണുന്നില്ല. ഇത് സ്വാഭാവികമായും സംശയങ്ങൾക്ക് വഴിവെക്കും. അതെ, അപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്ന ഈ രേഖ കൃത്യമായി ഈ വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. അതെ. ഇതൊരു മെഡിക്കൽ ജേണലോ അല്ലെങ്കിൽ വലിയ ഗവേഷണ പ്രബന്ധമോ ഒന്നുമല്ല. അല്ല. മറിച്ച് അർജുൻ, കിരൺ എന്ന രണ്ട് സഹോദരന്മാരുടെ കഥയിലൂടെ ഈ ശാസ്ത്രത്തെ വളരെ ലളിതമായി വിശദീകരിക്കുന്ന ഒരു കുറിപ്പാണ്. നമ്മുടെ ഇന്നത്തെ ദൗത്യം ഈ കഥയിലെ സൂചനകൾ ഉപയോഗിച്ച് കുട്ടികളുടെ ഉയരം പ്രവചിക്കുന്നതിൽ ഒളിഞ്ഞിരിക്കുന്ന ശാസ്ത്രീയ രഹസ്യങ്ങൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തുകയാണ്. വളരെ ശരിയാണ്. ഇതൊരു ഡിറ്റക്റ്റീവ് കഥ പോലെയാണ് നമ്മൾ ഇതിനെ സമീപിക്കേണ്ടത്. കൊള്ളാം. സംഖ്യകൾക്കപ്പുറം വളർച്ചയുടെ ഘട്ടങ്ങളും പിന്നെ ഈ സമയക്രമവും പോലുള്ള സൂക്ഷ്മമായ അടയാളങ്ങൾ എങ്ങനെയാണ് ഒരു കുട്ടിയുടെ അന്തിമ ഉയരത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ചിത്രം നൽകുന്നതെന്ന് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. എങ്കിൽ നമുക്ക് തുടങ്ങാം. ഈ കഥയിലെ ആദ്യത്തെ ക്ലൂ ഇതാണ്. അർജുന്റെയും കിരണിന്റെയും മാതാപിതാക്കൾ രണ്ടുപേർക്കും ഒരേ ഉയരമാണ്, 168 സെന്റിമീറ്റർ, അതായത് ഏകദേശം ഒരു 5 അടി 6 ഇഞ്ച്. ഈ ഒരു വിവരം വെച്ച് മാത്രം എന്തെങ്കിലും പ്രവചിക്കാൻ സാധിക്കുമോ? ജനിതക ശാസ്ത്രത്തിന് ഇവിടെ എന്തു പങ്കാണുള്ളത്? ഇതൊരു മികച്ച തുടക്കമാണ്. കാരണം ജനിതകമാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. ഓക്കെ. കുട്ടികളുടെ ഉയരം പ്രവചിക്കാൻ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഒരു അടിസ്ഥാന ഫോർമുലയുണ്ട്. അതിനെ മിഡ് പാരന്റൽ ഹൈറ്റ് മെത്തേഡ് എന്ന് പറയും. മിഡ് പാരന്റൽ ഹൈറ്റ്? അതെ. മാതാപിതാക്കളുടെ ശരാശരി ഉയരത്തെ അടിസ്ഥാനമാക്കിയുള്ള ഒരു കണക്കുകൂട്ടലാണ്. ഓക്കെ. അപ്പോൾ അതെങ്ങനെയാണ് കണക്കുകൂട്ടുന്നത്? ആൺകുട്ടികളുടെ കാര്യത്തിൽ ഫോർമുല അത് ഇങ്ങനെയാണ്: അച്ഛന്റെ ഉയരം പിന്നെ അമ്മയുടെ ഉയരം, ഇത് രണ്ടും കൂട്ടുക. ശരി. എന്നിട്ട് അതിനോടൊപ്പം ഒരു 13 സെന്റിമീറ്റർ കൂടി ചേർക്കണം. 13 സെന്റിമീറ്റർ? ആ. കിട്ടുന്ന തുകയെ 2 കൊണ്ട് ഹരിക്കുക. ഒരു മിനിറ്റ്. അപ്പോ അച്ഛന്റെ ഉയരം പ്ലസ് അമ്മയുടെ ഉയരം പ്ലസ് 13, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഹരിക്കണം. അതെ. ഇതിൽ ആ 13 എന്ന സംഖ്യ എവിടുന്നാണ് വരുന്നത്? അതൊരു സ്ഥിരം സംഖ്യയാണോ? അതെ, അതൊരു ശരാശരി കണക്കാണ്. സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള ശരാശരി ഉയര വ്യത്യാസത്തെയാണ് ആ 13 സെന്റിമീറ്റർ പ്രതിനിധീകരിക്കുന്നത്. മനസ്സിലായി. അതുകൊണ്ട് ആൺകുട്ടിയാണെങ്കിൽ നമ്മൾ 13 കൂട്ടുന്നു, ഇനി പെൺകുട്ടിയാണെങ്കിൽ ഈ 13 കുറയ്ക്കുകയാണ് ചെയ്യുക. കൊള്ളാം, അത് വ്യക്തമായി. അപ്പോൾ നമുക്ക് അർജുന്റെയും കിരണിന്റെയും കാര്യത്തിലേക്ക് വരാം. അച്ഛനും അമ്മയ്ക്കും 168 സെന്റിമീറ്റർ വീതം. അപ്പോൾ കണക്ക് ഇങ്ങനെ വരും: 168 പ്ലസ് 168 പ്ലസ് 13 ഭാഗിക്കണം 2. അതെ. അതായത് 349നെ 2 കൊണ്ട് ഹരിക്കുമ്പോൾ 174.5 സെന്റിമീറ്റർ. അപ്പോൾ അതാണോ ഉത്തരം? രണ്ടുപേർക്കും കൃത്യം 174.5 സെന്റിമീറ്റർ ഉയരം വയ്ക്കുമെന്നാണോ? അല്ല. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ഓഹോ. ഇതൊരു മാന്ത്രിക സംഖ്യയല്ല. ഇതൊരു ജനിതക ലക്ഷ്യമേഖല, അതായത് ഒരു ജെനറ്റിക് ടാർഗറ്റ് സോൺ മാത്രമാണ്. ടാർഗറ്റ് സോൺ? അതെ. അവരുടെ ജനിതക സാധ്യതയുടെ ഒരു കേന്ദ്രബിന്ദു എന്ന് വേണമെങ്കിൽ പറയാം. യഥാർത്ഥത്തിൽ ഈ കണക്കിൽ നിന്ന് സാധാരണയായി ഒരു 8 സെന്റിമീറ്റർ വരെ മുകളിലേക്കോ താഴേക്കോ വ്യത്യാസം വരാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ പറയുന്നത് ജനിതകം നമുക്കൊരു കൃത്യമായ ഉയരം നൽകുന്നില്ല, മറിച്ചൊരു റേഞ്ചാണ് നൽകുന്നത് എന്നാണല്ലേ? കൃത്യമായി. അതായത് 174.5 നിന്ന് 8 കുറച്ചാൽ ഒരു 166.5, പിന്നെ 8 കൂട്ടിയാൽ 182.5. അതെ. അപ്പോൾ ഏകദേശം 166നും 183നും ഇടയിൽ എവിടെയുമാകാം അവരുടെ ഉയരം. കൃത്യമായി. ജനിതകം ഒരു സാധ്യതയുടെ വാതിൽ തുറന്നു തരുന്നു. ഏകദേശം 5 അടി 5 ഇഞ്ചിനും 6 അടിക്കുമിടയിൽ. ശരി. ആ വാതിലിലൂടെ അവർ എത്ര ദൂരം സഞ്ചരിക്കും എന്ന് തീരുമാനിക്കുന്നത് മറ്റു ഘടകങ്ങളാണ്. ശരി. അപ്പോൾ നമ്മുടെ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞു. ഇനി നമുക്ക് കഥയിലെ കഥാപാത്രങ്ങളിലേക്ക് വരാം. മൂത്തയാൾ അർജുൻ, 14 വയസ്സ്, ഇപ്പോഴത്തെ ഉയരം 170 സെന്റിമീറ്റർ. അവൻ നേരത്തെ പറഞ്ഞ ആ ജനിതക ലക്ഷ്യമേഖലയ്ക്കുള്ളിൽ തന്നെയാണ്. കാഴ്ചയിലെല്ലാം സാധാരണമാണ്. അവൻ തന്റെ സഹോദരനേക്കാൾ ഉയരമുള്ളവനായി വളരുമെന്ന് ആരും ഒറ്റനോട്ടത്തിൽ പറയും, അല്ലേ? അതെ. ആ നിഗമനം വളരെ സ്വാഭാവികമാണ്.
എന്നാൽ നമ്മുടെ രേഖയിൽ അക്കങ്ങൾക്കപ്പുറം ചില സൂചനകൾ നൽകുന്നുണ്ട്. അതെന്താണ്? അതിൽ പറയുന്നു, അർജുന്റെ ശബ്ദത്തിന് മാറ്റം വന്നിട്ടുണ്ട്, മുഖത്ത് രോമവളർച്ചയും തുടങ്ങിയിരിക്കുന്നു. ആഹാ. ഇവ വെറും സാധാരണ മാറ്റങ്ങളല്ല, മറിച്ച് അവന്റെ വളർച്ചയുടെ ഘടികാരത്തിൽ സമയം എവിടെ എത്തി നിൽക്കുന്നു എന്നതിന്റെ കൃത്യമായ അടയാളങ്ങളാണ്. അവിശ്വസനീയം. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഈ ലക്ഷണങ്ങൾ അവൻ വളരുന്നു എന്നതിന്റെ മാത്രമല്ല, അതെ, അവന്റെ വളർച്ചയുടെ വേഗത കുറയാൻ പോകുന്നു എന്നതിന്റെ കൂടി സൂചനയാണെന്നാണോ? ഇത് ഞാൻ ചിന്തിച്ചതിന് നേരെ വിപരീതമാണല്ലോ. അതെ, ഇവിടെയാണ് ഈ പ്രവചനത്തിലെ ഏറ്റവും കൗതുകകരമായ ഭാഗം. ആൺകുട്ടികളിൽ കൗമാരത്തിന്റെ തുടക്കത്തിൽ സംഭവിക്കുന്ന ഒരു ഗ്രോത്ത് സ്പെർട്ടുണ്ട്. ഗ്രോത്ത് സ്പേർട്ട്. അതെ, വളർച്ചയുടെ ഒരു കുതിച്ചുചാട്ടം. ആ സമയത്താണ് അവരുടെ ഉയരം ഏറ്റവും വേഗത്തിൽ കൂടുന്നത്. ശരി. ഈ ശബ്ദമാറ്റം, രോമവളർച്ച തുടങ്ങിയ ലക്ഷണങ്ങൾ വരുന്നത് സാധാരണയായി ഈ കുതിച്ചുചാട്ടത്തിന് ശേഷമാണ്. അതിനർത്ഥം അർജുൻ തന്റെ ഏറ്റവും വേഗതയേറിയ വളർച്ചാഘട്ടം ഒരുപക്ഷെ പിന്നിട്ട് കഴിഞ്ഞു. ഓഹോ, അപ്പൊ അവന്റെ ഉയരം കൂടാനുള്ള സമയം ഏതാണ്ട് കഴിഞ്ഞുപോകുന്നു എന്നാണോ? ഒരു പരിധിവരെ. ഇനി എത്രത്തോളം വളരാൻ സാധ്യതയുണ്ട്? ഉയരം വയ്ക്കാൻ സാധ്യതയുള്ളൂ. വെറും 3 മുതൽ 7 വരെ? അതെ. അപ്പോൾ 170 സെന്റിമീറ്റർ ഉയരമുള്ള അർജുന്റെ അന്തിമ ഉയരം ഒരുപക്ഷെ 173നും 177നും ഇടയിലാകാം. ഓക്കെ. ഒരു ശരാശരി കണക്കെടുത്താൽ ഒരു 176 സെന്റിമീറ്റർ, ഏകദേശം 5 അടി 9 ഇഞ്ച്. അപ്പോൾ അർജുന്റെ കേസ് വ്യക്തമായി. ജനിതക സാധ്യത, ഇപ്പോഴത്തെ ഉയരം, കൗമാര ലക്ഷണങ്ങൾ, ഈ 3 തുമ്പുകൾ ചേർത്തുവച്ചപ്പോൾ നമുക്കൊരു വ്യക്തമായ ചിത്രം കിട്ടി. പക്ഷേ കിരണിന്റെ കണക്കുകൾ കാണുമ്പോഴാണ് എനിക്ക് ശരിക്കും ആശയക്കുഴപ്പമാകുന്നത്. അതെ, അവിടെയാണ് കഥ മാറുന്നത്. 13 വയസ്സായിട്ടും 156 സെന്റിമീറ്റർ മാത്രം. സഹോദരനേക്കാൾ 14 സെന്റിമീറ്റർ കുറവ്. ആ ജനിതക സാധ്യത വെച്ച് നോക്കുമ്പോൾ അവൻ ഒരുപാട് പിന്നിലാണെന്ന് തോന്നുമല്ലോ. തോന്നും. ഇത് തന്നെയാണ് മാതാപിതാക്കളെ ആശങ്കപ്പെടുത്തുന്നതും. ഒളിഞ്ഞിരിക്കുന്നത് കുട്ടിയുടെ ബയോളജിക്കൽ ക്ലോക്കിലാണ്. ആ ക്ലോക്ക് എപ്പോൾ വളർച്ചയുടെ കുതിച്ചുചാട്ടം എന്ന അലാറം മുഴക്കുന്നു എന്നതാണ് പ്രവചനത്തിലെ ഏറ്റവും നിർണായകമായ കാര്യം. ഓക്കേ. കിരണിന്റെ കാര്യത്തിൽ നമ്മുടെ രേഖയിൽ 2 പ്രധാനപ്പെട്ട സൂചനകളുണ്ട്. എന്തൊക്കെയാണവ? ഒന്നാമത്തേത് അവന്റെ വളർച്ചയുടെ വേഗത. അതെ, കഴിഞ്ഞ 6 മാസം കൊണ്ട് കിരണിന് 5 സെന്റിമീറ്റർ ഉയരം കൂടിയിട്ടുണ്ട്. 6 മാസം കൊണ്ട് 5 സെന്റിമീറ്റർ, അതായത് ഒരു വർഷം ഏകദേശം 10 സെന്റിമീറ്റർ എന്ന തോതിൽ. അതെ. അത് വളരെ വേഗതയേറിയ വളർച്ചയാണല്ലോ. അപ്പോ അതാണ് പ്രധാനപ്പെട്ട സൂചന, അല്ലേ? അതൊരു വലിയ സൂചനയാണ്. അവൻ വളർച്ചയുടെ ആ കുതിച്ചുചാട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്ന് അത് കാണിക്കുന്നു. പക്ഷേ അതിനേക്കാൾ പ്രധാനപ്പെട്ട രണ്ടാമത്തെ സൂചനയുണ്ട്. നമ്മുടെ രേഖയിൽ പറയുന്നു, കിരണിന്റെ ശബ്ദത്തിന് ഇതുവരെ മാറ്റം വന്നിട്ടില്ല. കൗമാരത്തിന്റെ മറ്റു ലക്ഷണങ്ങളും പ്രകടമായിട്ടില്ല. ഓക്കേ. അതിനർത്ഥം അവന്റെ ഏറ്റവും വലിയ വളർച്ചാഘട്ടം വരാനിരിക്കുന്നതേയുള്ളൂ. ഇത് കേൾക്കുമ്പോൾ എനിക്ക് എന്റെ സ്കൂൾ കാലമാണ് ഓർമ്മ വരുന്നത്. പറയൂ. 8ാം ക്ലാസ്സിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും പൊക്കം കുറഞ്ഞ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഞങ്ങൾ അവനെ കളിയാക്കുമായിരുന്നു. എന്നാൽ 10ാം ക്ലാസ് കഴിഞ്ഞ് ഒരു അവധിക്കാലം കഴിഞ്ഞ് കണ്ടപ്പോൾ അവൻ ക്ലാസ്സിലെ ഏറ്റവും ഉയരമുള്ളവരിൽ ഒരാളായി മാറിയിരുന്നു. കൊള്ളാം. അന്നതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ കിരണിന്റെ അതേ ബയോളജിക്കൽ ക്ലോക്ക് പ്രതിഭാസമായിരുന്നു അതെന്ന് എനിക്ക് മനസ്സിലാകുന്നു. വളരെ നല്ലൊരു ഉദാഹരണമാണത്. കിരണിന്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത് അതുതന്നെയാണ്. ഓക്കെ. അവന്റെ ശരീരം വളർച്ചയ്ക്കായി തയ്യാറെടുക്കുന്നതേയുള്ളൂ. ഈ പ്രായത്തിൽ, അതായത് കൗമാരലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാത്ത ഒരു കുട്ടിക്ക് 15 മുതൽ 22 സെന്റിമീറ്റർ വരെ ഇനിയും ഉയരം വയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് നമ്മുടെ രേഖ വ്യക്തമാക്കുന്നത്. അവിശ്വസനീയം. 15 മുതൽ 22 സെന്റിമീറ്റർ വരെ? അതെ. അപ്പോൾ 156 സെന്റിമീറ്റർ ഉയരമുള്ള കിരണിനെ ഇനിയും ഒരു 20 സെന്റിമീറ്റർ കൂടി ഉയരം വെച്ചാൽ അവന്റെ ഉയരം 176 സെന്റിമീറ്റർ ആവും. കൃത്യമായി. അതായത് സഹോദരനായ അർജുന്റെ അതേ ഉയരം. അതെ, 176 സെന്റിമീറ്ററോ ഒരുപക്ഷെ അതിൽ കൂടുതലോ ആകാൻ ശക്തമായ സാധ്യതയുണ്ട്. കൊള്ളാം. അപ്പോൾ ഒരു വയസ്സിന്റെ വ്യത്യാസത്തിൽ ഒരാൾ വളരെ ഉയരത്തിലും മറ്റൊരാൾ ഉയരം കുറഞ്ഞുമിരിക്കുമ്പോൾ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അവർ ഒരേ ഉയരത്തിലെത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ശരിയാണ്. ഇതാണ് വളർച്ചയുടെ സമയക്രമത്തിലുള്ള വ്യത്യാസം. ഓരോ കുട്ടിയും അവരവരുടെ സമയത്താണ് വളരുന്നത്. അപ്പോൾ ഈ കഥയിൽ നിന്നുള്ള പാഠം ഇതാണ്. ഇതൊരു ഡിറ്റക്റ്റീവ് അന്വേഷണം പോലെയാണ്. അതെ. കുട്ടികളുടെ ഉയരം പ്രവചിക്കാൻ 4 പ്രധാന തുമ്പുകളാണ് നമ്മൾ പരിഗണിച്ചത്. 1. ജനിതകം നൽകുന്ന ടാർഗറ്റ് സോൺ. 2. കുട്ടിയുടെ ഇപ്പോഴത്തെ ഉയരം. 3. വളർച്ചയുടെ വേഗത, അതായത് സമീപകാലത്തുണ്ടായ മാറ്റം.
പിന്നെ നാലാമത്തേതും ഒരുപക്ഷെ ഏറ്റവും നിർണായകവുമായ തുമ്പ്. കൗമാര ലക്ഷണങ്ങൾ. അതെ, കൗമാര ലക്ഷണങ്ങൾ എപ്പോൾ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത്. വളരെ ശരിയാണ്. ഈ 4 ഘടകങ്ങളും ചേർത്തു വെക്കുമ്പോഴാണ് ഒരു പൂർണ്ണ ചിത്രം ലഭിക്കുന്നത്. ജനിതകം നമുക്കൊരു ലക്ഷ്യസ്ഥാനം കാണിച്ചു തരുമെങ്കിലും അവിടേക്കെത്താനുള്ള റോഡ് മാപ്പും ആ യാത്രയുടെ വേഗതയും നിശ്ചയിക്കുന്നത് കുട്ടിയുടെ ശാരീരിക വളർച്ചയുടെ ഘട്ടങ്ങളാണ്. വളരെ വ്യക്തമായി. അർജുന യാത്രയുടെ അവസാനത്തോടടുക്കുമ്പോൾ കിരൺ അതിന്റെ ഏറ്റവും വേഗതയേറിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങുന്നതേയുള്ളൂ. ഈയൊരു ധാരണ മാതാപിതാക്കൾക്ക് എത്രമാത്രം ആശ്വാസം നൽകുന്ന ഒന്നായിരിക്കുമല്ലേ? തീർച്ചയായും. കുട്ടികളെ തമ്മിൽ താരതമ്യം ചെയ്ത് അനാവശ്യമായി ആശങ്കപ്പെടുന്നതിനു പകരം ഓരോ കുട്ടിയുടെയും വളർച്ചയുടെ തനതായ പാതയെ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. തീർച്ചയായും. അതോടൊപ്പം ഈ രേഖയുടെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. എന്താണത്? ഉയരം എന്നത് ജനിതകത്തെ മാത്രം ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ഓക്കേ. ഒരു കുട്ടിക്ക് ജനിതകപരമായി എത്ര ഉയരം വെക്കാൻ സാധ്യതയുണ്ടോ ആ സാധ്യത പൂർണ്ണമായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ മറ്റ് ചില കാര്യങ്ങൾ കൂടി അത്യാവശ്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റാണ്. ജനിതകം ഒരു ബ്ലൂ പ്രിന്റ് പോലെയാണെങ്കിൽ അതെ, ആ കെട്ടിടം പണിയാനുള്ള സിമന്റും കമ്പിയും വെള്ളമൊക്കെ വേണമല്ലോ. അതുപോലെ എന്തൊക്കെയാണ് വളർച്ചയ്ക്ക് വേണ്ടത്? വളരെ നല്ലൊരു ഉപമയാണത്. ഈ വളർച്ചയ്ക്ക് ആവശ്യമായ നിർമ്മാണ സാമഗ്രികളാണ് പോഷകാഹാരവും ആവശ്യത്തിനുള്ള ഉറക്കവും. പോഷകാഹാരം, ഉറക്കം. അതെ, നല്ല സമീകൃത ആഹാരം കഴിക്കുകയും രാത്രിയിൽ കൃത്യമായി ഉറങ്ങുകയും ചെയ്യുന്നത് വളർച്ചാ ഹോർമോണുകളുടെ ശരിയായ പ്രവർത്തനത്തിന് അത്യാവശ്യമാണ്. ശരിയാണ്. അവർക്ക് ആരോഗ്യകരമായ ഒരു ജീവിതശൈലി നൽകുന്നതിലാണ് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. ശരിയാണ്. അപ്പോ ഒരു കുട്ടിക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നുണ്ടോ, അവർ ആരോഗ്യവാന്മാരായിരിക്കുന്നു എന്നതാണ് പ്രധാനം. അതെ. ജനിതക സാധ്യതകളെ പൂർണ്ണമായി ഉപയോഗിക്കാൻ ചുറ്റുപാടുകൾക്കും ജീവിതശൈലിക്കും വലിയ പങ്കുണ്ട്. അതെ. അതുകൊണ്ട് കുട്ടികളുടെ വളർച്ചയെപ്പറ്റി എന്തെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ ഒരു പീഡിയാട്രീഷ്യനെ സമീപിച്ച് ഒരു ഗ്രോത്ത് ചാർട്ട് പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഓക്കേ. അവർക്ക് ഈ ഘടകങ്ങളെല്ലാം ശാസ്ത്രീയമായി വിലയിരുത്തി കൃത്യമായ ഉപദേശം നൽകാൻ സാധിക്കും. ഈ ചർച്ചയിൽ നിന്നൊരു കാര്യം വ്യക്തമായി. ഉയരം എന്നത് വെറുമൊരു സംഖ്യയല്ല. അത് ജനിതകവും സമയവും ജീവിതശൈലിയും ചേർന്നൊരു സങ്കീർണമായ സമവാക്യമാണ്. അതെ, നമ്മൾ പലപ്പോഴും ഈ സമയമെന്ന ഘടകത്തെയും ജീവിതശൈലിയുടെ പ്രാധാന്യത്തെയും മറന്നുപോകുന്നു. അതെ, ഓരോ കുട്ടിയും അവരവരുടെ വേഗതയിൽ വളരുന്ന ഒരു മനോഹരമായ പ്രക്രിയയാണത്. അതിനെ ക്ഷമയോടെയും മനസ്സിലാക്കലോടെയും സമീപിക്കുക എന്നതാണ് പ്രധാനം. ഈ ചർച്ച ഉയരത്തെക്കുറിച്ചുള്ളതായിരുന്നു. ജനിതകം ഒരു വഴികാട്ടിയാണെന്നും എന്നാൽ പോഷകാഹാരവും ഉറക്കവും പോലുള്ള നമ്മുടെ തെരഞ്ഞെടുപ്പുകൾക്ക് ആ വഴിയെ സ്വാധീനിക്കാനാകുമെന്നും നമ്മൾ കണ്ടു. ഇത് എന്നെ മറ്റൊരു ചിന്തയിലേക്ക് നയിക്കുന്നു. എന്താണത്? നമ്മുടെ ഉയരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ആരായിത്തീരുന്നു എന്നതിന്റെ മറ്റ് പല വശങ്ങളിലും നമ്മുടെ ബുദ്ധി, കഴിവുകൾ, സ്വഭാവം, നമ്മുടെ ജനിതക കൂടും നമ്മുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള ഈ ഒരു വടംവലി എപ്പോഴും നടക്കുന്നുണ്ട്. ശരിയാണ്. ഇതിലാർക്കാണ് യഥാർത്ഥത്തിൽ അവസാന വാക്ക്? നമ്മുടെ ജീനുകൾക്കാണോ അതോ നമ്മുടെ തെരഞ്ഞെടുപ്പുകൾക്കും സാഹചര്യങ്ങൾക്കുമാണോ? ഒരുപക്ഷെ നിങ്ങൾ അടുത്ത തവണ ചിന്തിക്കേണ്ട ചോദ്യം ഇതായിരിക്കാം.